everyone, this is Bin Xavier at Milan Thomas. So, ഒരു ആപ്പിൾ ഫാൻ ബോയ് വേറൊരു ആപ്പിൾ ഫാൻ ബോയിനെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ആപ്പിൾ സ്റ്റോറിൻ്റെ വിസിറ്റ്? പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സോ ആപ്പിളിൻ്റെ ആ ഒരു വാം വെൽക്കമും പിന്നെ നമ്മൾ വീഡിയോസിലൂടെയാണ് ഇതൊക്കെ കൂടുതൽ കണ്ടിരിക്കുന്നത്. കാരണം കുറെ ആപ്പിൾ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോസിലൂടെ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ ഫോർ ദ ഫസ്റ്റ് ടൈം നേരിട്ട് കണ്ടപ്പോൾ എക്സ്പീരിയൻസ്. ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പോൾ നമ്മളും യൂട്യൂബ് ചെയ്യുമ്പോൾ കുറേ പേര് പറയുന്നൊരു കാര്യമാണ്, ആപ്പിൾ ഭയങ്കര പുറകോട്ടാണ് പോകുന്നത്, പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് സ്ലോ ആണ്. ഇപ്പോൾ ആപ്പിൾ ഇന്റലിജൻസ് ആയിക്കോട്ടെ, പല കാര്യങ്ങളും ചെയ്യുന്നത് സ്ലോ ബാക്കിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മിലംബ്രോന്റെ ഒരു അഭിപ്രായം എന്താ? ബാക്കിലേക്കല്ല ആക്ച്വലി പോകുന്നത്. ആക്ച്വലി ആപ്പിള് മറ്റുള്ളവർ ആദ്യം ഇറക്കും, ആപ്പിൾ അത് പതുക്കെ ഒന്ന് സ്ലോ ആയിട്ട് നിന്ന് അതിന്റെ മോശങ്ങളൊക്കെ എന്താണ്, അതിന്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് എല്ലാം പഠിച്ച് എല്ലാ മേഖലകളും പഠിച്ച് പതുക്കെയാണ് കൊണ്ടുവരുന്നത്. ഇംപ്ലിമെന്റേഷൻ സ്ലോ ആണെന്നുള്ള, പക്ഷേ ചെയ്യുന്ന സംഭവം സൂപ്പർ ആയിരിക്കും. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്, എക്സെപ്റ്റ് ആപ്പിൾ ഇന്റലിജൻസ്. പക്ഷേ ആപ്പിൾ ഇന്റലിജൻസ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഞാൻ ചെയ്തപ്പോൾ തന്നെ കുറേ പേര് അതിൽ പറഞ്ഞത്, ഇപ്പോൾ ആപ്പിൾ ഇന്റലിജൻസിന് വേണ്ടി ആപ്പിളിന് ഗൂഗിളിനെയും ChatGPT ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ ആലോചിച്ചത്, ഇതേപോലെ ആപ്പിളെ നമ്മുടെ മാക്കിൻതോഷിന് ഇന്റലിനെ ആദ്യം ഡിപ്പെൻഡ് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞിട്ട് M1 സീരീസിൽ നിന്ന് അവർ സ്വന്തമായിട്ട് കൊണ്ടുവന്നപ്പോൾ ഇന്റലിന്റെ പോരായ്മകൾ എന്താണെന്നൊക്കെ പഠിച്ചിട്ട് ഇപ്പം മിലംബ്രോ പറഞ്ഞ ആ പോരായ്മകൾ നികത്തിക്കൊണ്ടാണ് M1 കൊണ്ടുവന്നത്. ഇപ്പൊ M1 എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്റ്റിൽ ഇപ്പോൾ M4 M5 ഒക്കെ റിലീസ് ആകുമ്പോൾ പോലും ഇപ്പോഴും ഓടും പല കാര്യങ്ങളും. ഇപ്പോൾ ഫൈനൽ കട്ട് പ്രോ ആയിക്കോട്ടെ, ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഓടും. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ChatGPTയുടെ കുറവുകളും ഗൂഗിൾ ജെമിനിയുടെ കുറവുകളും എല്ലാം പഠിച്ചുകൊണ്ട് മേ ബി ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു ബൂമായിട്ട് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബൂമായിട്ട് വരട്ടെ എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ നമുക്ക് ആപ്പിളിന് കുറേ അധികം പോരായ്മകൾ വന്നേക്കുന്ന സൈഡാണ്. ആപ്പിൾ ബാക്കിയുള്ള കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ, ഹാർഡ്വെയർ വൈസ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചപ്പം ആപ്പിൾ ലാക്കായി പോയി. സോഫ്റ്റ്വെയർ അല്ല, ആപ്പിൾ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ ആപ്പിൾ ലാക്കായി പോയതാണ് ഇപ്പം നേരിടുന്നത്. ഇപ്പം റീസെന്റ് ഇപ്പം iOS 26 കൂട്ടത്തിൽ ഇപ്പം ഗൂഗിൾ ജെമിനിയുടെ ഇന്റഗ്രേഷൻ ഉണ്ടെന്നോ, അല്ലെങ്കിൽ അതിനെ ഇപ്പം ഗൂഗിളായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ള ലേറ്റസ്റ്റ് ലീക്സും റൂമേഴ്സും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. സോ ആ ഇത് വെച്ച് നോക്കുമ്പം ആപ്പിളിന്റെ ലാർജ് ലാംഗ്വേജ് മോഡല് കുറെ അധികം വാസ്റ്റായിട്ട് ഇനിയും എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല, ഇപ്പോൾ ഗൂഗിളിന് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ട്. കാരണം ഇപ്പോൾ ജിമെയിൽ ആയിക്കോട്ടെ, നമ്മുടെ ഗൂഗിൾ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ഗൂഗിളായിട്ട് സപ്പോർട്ട് ചെയ്താലും അതിലെല്ലാവരുടെയും ഡാറ്റ ഗൂഗിളിന് അടുത്തുണ്ട്. ChatGPT, OpenAI അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആപ്പിൾ പ്രിവസി ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഡാറ്റാസും അതേപോലെ കയ്യൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല അവരുടെ AI മോഡലിനെ സ്റ്റഡി ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനെന്ന് തോന്നുന്നു. അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയും, ആപ്പിളിന് അവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രൈവസിയാണ് അതിനൊരു തടസ്സം എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രൈവസി എല്ലാം ഉണ്ട്, കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ എന്നാലും ആപ്പിളിന് കുറെ ഡാറ്റാസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ആപ്പിള് വൈകിപ്പോയി, ഈ ഒരു സ്പേസിലേക്ക് ഇതിനെ അക്നോളജ് ചെയ്യാൻ വൈകിപ്പോയത് കൊണ്ട് തന്നെയാണ്. ആപ്പിളിന് ഇനഫ് ഓഫ് ഡേറ്റ ഉണ്ടായിരിക്കാം, മേ ബി എന്തായാലും ഡേറ്റ ഇല്ലാതിരിക്കത്തില്ല. സോ അതിനെ സ്റ്റഡി ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാനുള്ള കാര്യത്തിൽ ആപ്പിൾ വൈകിപ്പോയി. കാരണം ആപ്പിൾ 31 അത്രയും നമ്പേഴ്സ് ഓഫ് കമ്പനീസിന് ഓൾറെഡി AI ബേസ്ഡ് കമ്പനീസിനെ അക്വയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പല കമ്പനീസ് ഇപ്പം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ആ ഒരു കാര്യത്തിൽ ലാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് മറ്റു പല ഭീമമായിട്ടുള്ള വലിയ ബ്രാൻഡുകളെയും ഗൂഗിളിനെ പോലെയുള്ള അല്ലെങ്കിൽ OpenAIനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. കാരണം ആപ്പിള് അത് പ്രോസസ് ചെയ്ത് യൂസേഴ്സിലേക്ക് കൊടുക്കാനുള്ള ആ ഒരു ഇംപ്ലിമെന്റേഷൻ വൈകിപ്പോയി, ഡിലേ സംഭവിച്ചുകൊണ്ടാണ്. പക്ഷേ ഇപ്പൊ കുറെ പേര് ആപ്പിൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഇപ്പോഴും നിൻ്റെ ഐഫോൺ അല്ല എന്തെങ്കിലും ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ, ആസ് എ ആപ്പിൾ ഫാൻ എന്താണ് ആപ്പിളിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പറയാനൊരു ഉത്തരം എന്താ മിലംബ്രോന്റെ? അത് യൂസർ എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അത് നമ്മൾ വാക്കുകൊണ്ട് ഇപ്പം മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഫോട്ടോഗ്രാഫി ആർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല, അത് പഠിക്കണം എന്ന് പറഞ്ഞ പോലെ അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. നമുക്ക് വൺസ് അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് എക്സ്പീരിയൻസ് ചെയ്താൽ, അതിന്റെ ഇക്കോസിസ്റ്റം എന്നുള്ളതല്ല, ആ ഒരു എന്താ പറയുന്നത്, നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ സ്മൂത്ത് ആയിട്ട് അത് പൊക്കോളും. പക്ഷെ അത് അതുപോലെ യൂസ് ഉള്ളവരാണെങ്കിൽ, ഇപ്പം വെറുതെ ഒരു ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാനും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഫോട്ടോ അതിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ ഐഫോണും ആൻഡ്രോയിഡും തമ്മിൽ ഒരു നോർമൽ യൂസറിനെ സംബന്ധിച്ചോളം അവർക്ക് വലിയ ഡിഫറൻസ് ഒന്നും മേ ബി കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഇപ്പം നമ്മളെപ്പോലെ ഇപ്പോൾ അല്ലെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ള വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ ഒരു സയന്റിസ്റ്റിന് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ ഐപാഡ് യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ,
അവരുടെ ആ ഒരു ഫീൽഡിൽ അത് കുറെ അധികം ഇംപ്ലിമെന്റേഷൻ നടത്തിയിട്ടുണ്ട്. അവർക്ക് അത് ഇല്ലാത്തടത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യകത ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഐഫോൺ എന്ന് പറഞ്ഞാലും ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറഞ്ഞാലും അവർക്കെല്ലാം ഒരേപോലെ തന്നെ. അവർക്ക് അതിൽ വലിയ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷേ ശരിക്കും ഒരു യൂസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു വ്യത്യാസം അവർക്ക് ആ ഡിവൈസ് ഐഫോൺ യൂസ് ചെയ്ത് ഐഫോണിന്റെ അല്ലെങ്കിൽ ഐഫോണിന്റെ എല്ലാ ഇക്കോസിസ്റ്റം മൊത്തത്തിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓരോ ഡിവൈസും എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഡിവൈസ് മാത്രമല്ല, ഐപാഡ് ആണെങ്കിലും ഒരേ സമയം ഐപാഡ്, ഐഫോൺ, മാക്ക്, എയർപോർട്സ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വർക്ക് ആകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ആ ഒരു പവർ ഉണ്ടല്ലോ, അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അല്ല, അപ്പോൾ നിലംബ്രോ പറയുന്നത് വൺസ് ആപ്പിൾ എക്കോസിസ്റ്റത്തിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ അതൊരു വലിയൊരു എക്കോസിസ്റ്റം തന്നെയല്ലേ? ഡെഫിനറ്റ്ലി. അപ്പോൾ ആ ഒരു എക്കോസിസ്റ്റം ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ. ഇപ്പം ഞാൻ നമ്മുടെ മിസ്റ്റർ ഹൂസ് ദ ബോസിന്റെ ഒരു വീഡിയോ ഉണ്ട്, അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും ആപ്പിളിൽ നിൽക്കുന്നത് എക്കോസിസ്റ്റം. ഇപ്പോൾ എനിക്ക് കോണ്ടന്റ് ക്രിയേറ്റർ, ഇപ്പം നമ്മൾ ഐഫോണിൽ ഷൂട്ട് ചെയ്തു, നേരെ മാക്കിലേക്ക് ഷെയർ ചെയ്തു, അപ്പം തന്നെ എഡിറ്റ് ചെയ്തു, ഫൈനൽ കട്ട് കഴിഞ്ഞു, നേരെ അപ്ലോഡ് ചെയ്യുക, കാര്യം കഴിഞ്ഞു. നേരെ മറിച്ച് ഞാനിപ്പോൾ ആൻഡ്രോയിഡിൽ ഇപ്പോൾ വലിയ വലിയ ഫോണുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഹെവി 4K ഫയൽസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമാണ്. അപ്പോൾ എക്കോസിസ്റ്റം തന്നെയാണ് ഒരാളെ പിടിച്ചു നിർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലെന്താ അഭിപ്രായം പറയാം? എക്കോസിസ്റ്റം ഈസ് എ പാർട്ട്. ആ ഒരു പാർട്ടിലുള്ള ഒരു കാര്യമാണ് എക്കോസിസ്റ്റം. അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്നിനോട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണ് ആ ഇക്കോസിസ്റ്റത്തിനെ ആക്ച്വലി അതിന്റെ പവർ മനസ്സിലാക്കാൻ സാധിക്കും. പേര് ഡിഫൈൻ ആവണം. അതെ, അതല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ നോർമൽ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നോർമൽ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാൻ പോകുന്നില്ല. അതിനുവേണ്ടി നമ്മൾ മെനക്കെടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. സോ അവർ യൂസ് ചെയ്ത നോർമൽ യൂസ് കേസ് ആയിരിക്കാം, ഫോട്ടോ, വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയും ഈ പറഞ്ഞ പോലെ വലിയ ഇപ്പൊ സ്കെച്ചിങ് അല്ലെങ്കിൽ ഡ്രോയിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ട് ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഡെഫിനറ്റ്ലി അതൊരു വർത്തായിരിക്കും. ഇപ്പോൾ ഒരു പേഷ്യന്റിന്റെ ഫയൽ കിട്ടി, ആ ഫയൽ അപ്പം തന്നെ കമ്പ്യൂട്ടറിലേക്ക് മാക്കിലേക്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ സ്പ്ലിറ്റ് സെക്കൻഡിൽ ഒന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് സൈൻ ഇടുന്ന ഒരു സിഗ്നേച്ചർ ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഡോക്യുമെന്റ് ഐപാഡിലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐപാഡിൽ തന്നെ യൂസ് ചെയ്യാം. അതല്ല തൊട്ടപ്പുറത്തൊരു ട്രാക്ക് പാഡ് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ട്രാക്ക് പാഡ് ഉണ്ട്, അത് മാക്കിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ട്രാക്ക് പാഡ് ആണെങ്കിൽ പോലും ആ ട്രാക്ക് പാഡ് വേണം നമുക്ക് സിഗ്നേച്ചർ ഇട്ടിട്ട് ഈ ഐപാഡിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതാണ് അതിന്റെ ആ ഒരു ബ്യൂട്ടി. അതെ, ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഐഫോണിൽ ചെറിയ ട്രിക്ക് കാണിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൻഡ്രോയിഡാണ് നല്ലതെന്ന് പറയുന്നത്. ഐഫോൺ ശരിക്കും അവർ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ റിംഗ് ടൂൺ സെറ്റ് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ iOS 26 വരുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പോഴും ആൾക്കാർ കാണാത്തതും അറിയാത്തതും കൊണ്ടായിരിക്കും ഐഫോൺ ടഫാണ്, ഒരു ഐഫോൺ എടുത്തന്നെ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോഴും ഒരു മിത്തായിട്ട് നിൽക്കുന്നത്. അതവർ ശരിക്കും ഡീപ്പ് ഡൗൺ ചെയ്ത് ഉള്ളിലേക്ക് പോയിക്കാൻ ആൻഡ്രോയിഡിനെക്കാട്ടും സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഞാൻ പൊക്കിയായിട്ട് പറഞ്ഞില്ല. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സെറ്റിങ്സിൽ ഇതേപോലെ നമ്മളിപ്പോൾ കുറേ ആക്സസിബിലിറ്റി എടുത്ത് അതുകഴിഞ്ഞിട്ട് ടച്ച് എടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലെടുത്ത് ഇതെടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിലേക്ക് പോകണമെങ്കിൽ സിമ്പിളായിട്ട് പൊതുവേ ആൾക്കാർ ബാക്കിലേക്ക് സ്വൈപ്പ് ചെയ്യും. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ഇവിടെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് തന്നെ നമുക്ക് നേരെ സെറ്റിങ്സിൽ പോവാം. ഇത് ആൾക്കാർക്ക് അറിയില്ല. ഇങ്ങനെ പല കാര്യങ്ങളും അറിയാത്തവരുണ്ട്. അങ്ങനെ അറിയാത്തവർ കൊണ്ടാണ് ആപ്പിൾ അയ്യോ ഇവിടെ ഐഫോൺ എടുക്കണ്ട, ടഫാണ്, നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നത്. ശരിക്കും അത് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ കുറെ ആൾക്കാർ പേടിപ്പിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് അടിച്ചു പോകും. അതിപ്പോ ആൻഡ്രോയിഡിലും ഉണ്ട്, സാംസങ്ങിനൊക്കെ എന്തോരം. ആക്ച്വലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ പ്രശ്നമല്ല അത്. ഐ മീൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നുകൊണ്ടല്ല ആ ഡിസ്പ്ലേ അടിച്ചു പോകുന്നത്. ആ ഡിസ്പ്ലേയുടെ ഹാർഡ്വെയർ പ്രോബ്ലം ആണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചിലപ്പോൾ വന്ന് കഴിഞ്ഞപ്പോഴായിരിക്കും ഹാർഡ്വെയറിന്റെ ട്രിഗർ ചെയ്യുന്നത്. ചിലപ്പോൾ അത് അപ്പം ട്രിഗർ ചെയ്യാം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴായിരിക്കാം. ചിലപ്പോൾ ഇതൊന്നും അപ്ഡേറ്റ് ഒന്നും ചെയ്തില്ലെങ്കിലും ഡിസ്പ്ലേ അടിച്ചു പോകുന്നത്. കാരണം ഇപ്പം ഞാൻ എൻ്റെ 16 ഞാൻ പ്രീ ബുക്ക് ചെയ്തെടുത്തു, 3-ാം ദിവസം ഡിസ്പ്ലേ മിന്ന, അതും പെർപ്പിൾ കളർ മിന്ന. ഞാൻ ഫോൺ എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്തോന്നല്ല, എനിക്ക് അവർ ആപ്പിൾ തന്നപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഫോൺ മിന്നാൻ തുടങ്ങി. അപ്പം ഞാനത് കൊണ്ട് കാണിച്ചു കൊടുത്തു. എനിക്ക് ഒരു പുത്തൻ ഫ്രഷ് ഫോൺ അവർ റീപ്ലേസ് ചെയ്ത് തന്നു. അപ്പോൾ സർവീസ് ഉണ്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും പല കാര്യം അറിയില്ലാത്തത് കൊണ്ടായിരിക്കാം അത് പ്രശ്നമാണ്. ഇപ്പം നമ്മൾ പറയില്ല അറിയാത്തെല്ലാം കെട്ടുകഥ എന്ന് പറഞ്ഞ പോലെ പല കാര്യം അറിയില്ലാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോഴും ആപ്പിളിനെയും പ്രശ്നം. ഒത്തിരി ആൾക്കാർ അറിയാതെ, ഇപ്പം എൻ്റെ ഫ്രണ്ടാണ് ഒരാളെങ്കിൽ അദ്ദേഹം ഐഫോൺ എടുത്തു, അതുകൊണ്ട് ഞാനും ഐഫോൺ എടുത്തു. സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി ഞാനും ഐഫോൺ എടുത്തു. ഞാൻ ഇഷ്ടംമാതിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്
അവൻ അത് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു. അല്ലാതെ അതിനകത്ത് എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഒന്നും അറിയത്തില്ല, ബേസിക് പോലും അറിയത്തില്ല. ഞാൻ പറയുന്നത് ഒരു ഫോൺ വാങ്ങുമ്പോൾ അതിന്റെ ബേസിക് എല്ലാം അറിഞ്ഞിരിക്കണം എന്നല്ല, പക്ഷേ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അതിന് മുന്നേ അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ള മിനിമം ഒരു അവയർനെസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും നല്ലതായിരിക്കും. ഇപ്പൊ ആൻഡ്രോയിഡ് മോശമാണെന്നോ അല്ലെങ്കിൽ ഐഫോൺ ആണ് ടോപ്പ് എന്ന് ഒരിക്കലും പറയത്തില്ല. ആൻഡ്രോയിഡിന്റെ ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്, ഡെഫിനറ്റ്ലി അതും ബിൽഡപ്പായി വരുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പം എനിക്ക് അറിയാവുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, ജൂലിയസ് മാനുവൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ഐപാഡിലാണ്. സോ ഇപ്പം iOS 26 റീസെന്റ് നമുക്കറിയാം iPadOS 26 ആപ്ലിക്കേഷൻ എക്സിറ്റ് ആയാലും മറ്റേ ബാക്ക്ഗ്രൗണ്ടിൽ എക്സ്പോർട്ടിങ് നടക്കുന്ന കാര്യം അതൊന്നും ഇത്രയും കാലം ഇല്ലായിരുന്നു. സോ അങ്ങനെ ഓരോ വർഷം കഴിയും തോറും ഇമ്പ്രൂവ്മെന്റ്സ് വന്നുകൊണ്ടിരിപ്പുണ്ട്. അതോടൊപ്പം നമ്മൾ ഈ കാണുന്ന ഫോണിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണ് ആളുകൾക്ക് അറിയാത്ത ഇഷ്ടംപാരി ആളുകളുണ്ട്. വെറുതെ ഫോൺ മാത്രം ഉപയോഗിക്കുന്നു, ഫോൺ വിളിക്കുന്നു, കഴിഞ്ഞു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. കണ്ടതിലും സന്തോഷം. അതുപോലെ ഇനിയും അടിപൊളിയായുള്ള കാര്യങ്ങൾ കാണാൻ വരട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. ബൈ.